ശോഭ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ അത് ബാധിക്കുന്നുണ്ട്. നിങ്ങളുടെ കഴിവിനെ മികവിനെ ഒക്കെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയം തന്നെയല്ലേ ഇത്? ഞാനിപ്പോൾ ഇന്ന് വന്നതും അതേ കാരണം കൊണ്ടാണ്. ഇതിപ്പം ഒന്നാമത്തെ ദിവസം ഈ വീഡിയോ ഇട്ടപ്പോൾ അതിനെ ഇഗ്നോർ ചെയ്തു. രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം, ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ കൂടെ മത്സരിച്ച ഓരോ സ്ത്രീ കണ്ടസ്റ്റൻസിനും, എൻ്റെ കൂടെ മാത്രമല്ല സീസൺ 5 മുതൽ സീസൺ 6 വരെ എന്താ കണ്ടസ്റ്റ് ചെയ്ത് കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അതായത് ഞാൻ ഈ ഷോയിലേക്ക് വന്ന അപ്പം തുടങ്ങുമ്പോൾ ഞാൻ അതിവിടെ നിന്ന് തുടങ്ങണമല്ലോ, ഞാൻ എങ്ങനെയാണ് ഈ ഷോയിലേക്ക് വന്നതെന്നുള്ളത്. അതായത് അറിയായിരിക്കും ഒരുവിധം കേരളത്തിൽ ഇപ്പം ഞാൻ 13 ഇയേഴ്സായിട്ട് ഒരു സോഷ്യൽ ഓൺട്രപ്രനറാണ്, ഒരു സെലിബ്രിറ്റി ഡിസൈനറാണ്, ഒരു ചൈൽഡ് ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ 13 ഇയേഴ്സായിട്ട് ആക്റ്റീവായിട്ട് പ്രവർത്തിച്ച് വരുന്നത് ഞാനാണ്. അത് മാത്രമല്ല, എന്നെ ഷോയിലേക്ക് കൊണ്ടുവരാൻ തന്നെ കാര്യം, ഞാൻ ഫൈറ്റ് ചെയ്ത് ഒരു കേസിൽ നിന്ന് പുറത്തിറങ്ങി സ്ട്രോങ് ആയിട്ട് വന്ന് സംസാരിച്ച് ഇന്നസെൻസ് പ്രൂവ് ചെയ്തതിൻ്റെ ഒരു കാരണം കൊണ്ടായിരിക്കാം എന്നെ ഈ ഷോയിലേക്ക് ഇങ്ങോട്ടേക്ക് ഏഷ്യാനെറ്റ് ഇൻവൈറ്റ് ചെയ്തതാണ്. അപ്പോൾ അത്രയ്ക്ക് ഓൾ ഡ്യൂ റെസ്പെക്റ്റോട് കൂടി തന്നെയാണ് എന്നെ ഷോയിലേക്ക് ഇൻവൈറ്റ് ചെയ്തതും. അത് എന്നെ കഴിഞ്ഞ സീസണിലല്ല ഇൻവൈറ്റ് ചെയ്തത്, അതിന് മുമ്പിലത്തെ സീസണിലാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഞാൻ അതായത് ഈ ഇൻ്റർവ്യൂ പ്രോസസ്സ് നിങ്ങൾ ആലോചിക്കണം, ഇത് ഏഷ്യാനെറ്റ് മാത്രം ചെയ്യുന്ന ഒരു സംവിധാനം അല്ല. ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എൻഡമോൾ ഷൈൻ എന്ന് പറഞ്ഞ സബുചേട്ടൻ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ഒരു ബ്രാൻഡ്, ഒരു കോർപ്പറേറ്റ് ആണ് ഇത് ചെയ്യുന്നത്. അതിനെ കൂടെ തന്നെ ഏഷ്യാനെറ്റും ഇപ്പം ഡിസ്നിയും ഹോട്ട്സ്റ്റാറും എല്ലാവരും കൂടെ ചേർന്നിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രമാത്രം ഇത്രയും ഒരു നടത്തുന്ന ഒരു പരിപാടി ഇങ്ങനെ ഒരു ബാഡ് എന്ന് വെച്ചാൽ, ബിക്കോസ് ഞാനത് പോയതാണ്, എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവാത്ത ഒരാളാണ്. എൻ്റെ കാര്യമേ എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റുള്ളൂ, അത് മറ്റതിലേക്ക് ഞാൻ വരാം. പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ഇൻ്റർവ്യൂവിന് ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അതിനുശേഷം ഞങ്ങൾക്ക് അല്ലാത്തൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് പാനൽ ഒരു 8-10 പേരുള്ള ഇൻക്ലൂഡിങ് സ്ത്രീകൾ അടങ്ങുന്ന ഉള്ളൊരു ജഡ്ജിങ് പാനലാണ്. അതും ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിൽ സംസാരിക്കുന്ന പോലെ അവിടെ ക്യാമറകൾ ഉണ്ടായിരുന്നു. അതും ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ വലിയൊരു സ്റ്റുഡിയോയ്ക്കകത്താണ് നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂ തന്നെ നടത്തുന്നത്. അതിനുശേഷം കോള് വന്നതിന് ശേഷം ഞാൻ കഴിഞ്ഞ മുമ്പിലത്തെ വർഷം എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുകയും അതിന് എൻ്റെതായ കാരണങ്ങളുണ്ടായി. എനിക്ക് കേസ് നടത്തണമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അത്ര സപ്പോർട്ട് തന്നില്ല. അതിന് അതിൻ്റെതായ കാരണങ്ങൾ. ഒന്ന്, അതുവരെ നമ്മൾ ഈ സീസൺ 5 വരെ അല്ലെങ്കിൽ 4 വരെ ബിഗ് ബോസ് എന്ന് കേൾക്കുമ്പം എല്ലാവർക്കും ഒരു അടിപിടി അല്ലെങ്കിൽ ഒരു ടോക്സിസിറ്റി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താ പറയുക ഒരു സൈബർ ബുള്ളിങ് അങ്ങനെയൊക്കെ നടക്കും എന്നുള്ളൊരു ഇതാണ് എൻ്റെ വീട്ടുകാർക്ക് ഉണ്ടായിരുന്ന ഒരു ഇത്. അപ്പം എനിക്കത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ അത് മാറ്റണം എന്നുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഞാൻ പോയി അതിൽ എനിക്ക് തെളിയിക്കണം, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. അതല്ല, ഞാൻ എന്തൊരു റെസ്പെക്റ്റോട് കൂടിയാണ് ഞാൻ അതിനകത്ത് കയറുന്നത്, അതിനെയും കാട്ടി കൂടുതൽ ഒരു ഗുഡ് വില്ലോടെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. ആ കോൺഫിഡൻസിലൂടെയാണ് ഞാൻ അടുത്ത വർഷം ഞാൻ പോയി കാണിച്ചത്. മനസ്സിലായില്ലേ? പക്ഷെ പോയി കാണിച്ചപ്പോഴത്തേക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ, എൻ്റെ അച്ഛനും അമ്മയും ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലി റൗണ്ടിൽ നിങ്ങൾക്ക് കാണാം എന്തുമാത്രം എൻ്റെ ലൈഫിൽ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇത്രയും ഒരു പ്രൗഡായിട്ടൊരു ഫീലിംഗ് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല, സന്തോഷം കൊടുക്കാൻ പറ്റില്ല. എൻ്റെ ബ്രദറാണ് അവരെ എയർപോർട്ടിൽ കൊണ്ടാക്കി, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാവരും ഒരു മറുപടി ശോഭയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. കാരണം ഈ പറയുന്ന അഖിൽ മാരാർ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്, അതായത് പെൺകുട്ടികളെ ഒന്നും വീട്ടിൽ നിന്ന് സമ്മതത്തോടെ അയക്കുന്ന ഒരു പ്രോഗ്രാം അല്ല ഇത് എന്നുള്ളത്. ശോഭയുടെ കാര്യം തന്നെ കണ്ടില്ലേ, വീട്ടിൽ പറയാതെയാണ് വന്നത് എന്നുള്ള വലിയൊരു ആരോപണമുണ്ട്. അത് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ പറഞ്ഞത്. എന്നിട്ട് പോലും എൻ്റെ അച്ഛൻ അഖിലിനോട് ലൈക്ക് ഭയങ്കര സ്നേഹത്തോടെയാണ് അച്ഛൻ വന്നത്. എൻ്റെ മോളുടെ അടുത്തുള്ള സ്നേഹം പോലെയാണ് അഖിലിനോടും പെരുമാറിയത്. അപ്പോൾ അഖിൽ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ അവിടെ പോയി, എന്നെ ഏറ്റവും വിഷമിപ്പിച്ച ഒരു കാര്യമാണ് ആ ഒരു വാക്കുകൾ. അപ്പോൾ എന്നിട്ട് പോലും നമ്മൾ അതൊന്നും ഇപ്പം ഞാൻ ഈ പറയുന്ന സമയത്ത് പോലും അഖിലിനോട് ഒരു വൈരാഗ്യമോ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ആ സീസണിനകത്ത് വെച്ച് തന്നെ തീർത്ത് നല്ലൊരു മെസ്സേജ് കൊടുത്തൊരു സീസണാണ്. ഇപ്പോഴും ആൾക്കാർ ഇരുന്ന് വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണുന്ന ഒരു സീസണാണ്. സീസൺ 5ന്റെ ഭാഗമാവാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഐ ഫീൽ സോ പ്രൗഡ്. ആ പ്രൗഡ് ഫീലിംഗോട് കൂടിയാണ് എൻ്റെ സീസണിൽ നിന്ന്, അറ്റ്ലീസ്റ്റ് എനിക്ക് ഉറപ്പിച്ച് പറയാം, എൻ്റെ സീസണിന് ഓരോ എന്തോ പറഞ്ഞോളൂ സാബു പറഞ്ഞോളൂ. ശോഭ നിങ്ങൾ തമ്മിലുള്ള മറ്റേ വഴക്കം ഗെയിമും അല്ല ചോദ്യ വിഷയം എന്ന് പറയുന്നത്. അഖിൽമാരാര് ഈ ബിഗ് ബോസിൽ പങ്കെടുത്ത സ്ത്രീകളെ ഒന്നടങ്കം ഒരു സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. അത് ഭയങ്കര ഒരു
ബാഡ് ആയിട്ടുള്ള ഒരു കാര്യം. ഞാൻ അത് പറയാം, സുഹൃത്ത് ബന്ധം ഉണ്ടെങ്കിൽ പോലും തെറ്റ് തന്നെയാണ്. എനിക്കിപ്പോൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും പേരെ പറയുമ്പോൾ നമ്മൾക്ക് ആരാണ് എന്താണെന്ന് എടുത്ത് പറയാൻ ഇത്രയും ധൈര്യമായിട്ട് വന്ന് നിന്ന് സംസാരിച്ച വ്യക്തിക്ക് എന്തുകൊണ്ട് ആ ധൈര്യത്തോടു കൂടി അവരുടെ പേര് പറഞ്ഞുകൂടാ? ആ പറഞ്ഞെങ്കിൽ എത്രയും മോശപ്പെട്ട ആൾക്കാരാണ്. അങ്ങനെ ഒരു കാസ്റ്റിംഗ് കൗച്ച് നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളും അറിയണം. ഈ പറഞ്ഞ പോലെ നമ്മൾ അറിയാത്തൊരു കാര്യം ഇങ്ങനത്തെ കുറേ എക്സാമ്പിൾസ് വന്നിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നതല്ല. അത് ആരൊക്കെ, അല്ലെങ്കിൽ അതിനകത്ത് മത്സരാർത്ഥികൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണെന്ന് വിളിച്ച് പറയണം. നമുക്കും അറിയാൻ ഇതുണ്ട്, നമ്മൾ കൂടെ നിൽക്കും. ഞാൻ ഇത് തന്നെ ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ അതിനെ ഷെയർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, വി വിൽ സ്റ്റാൻഡ് വിത്ത് യു. ഞാനായിരിക്കും കൂടെ പോയി DGPന്റെ അടുത്ത് വേണമെങ്കിൽ ഒരു പെറ്റീഷൻ കൊടുത്ത് ഫയൽ ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഞാൻ വെല്ലുവിളിക്കുകയാണ്. അതാണ് ചോദിക്കാൻ വന്നത്. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയരുന്ന ഒരു ചോദ്യമാണ്, അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞൂടെ? താങ്കളുടെ കയ്യിൽ ഓഡിയോ ക്ലിപ്പ് ഉണ്ട്, മറ്റ് മെസ്സേജുകളുണ്ട്, CCTV ഫുട്ടേജ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ധൈര്യത്തോടെ പുറത്തുവിടാൻ തയ്യാറാകണം. ശോഭ വെല്ലുവിളിക്കുന്നുണ്ട്. അല്ല, അതിന് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കേട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, എന്തിനാണ് അവർ രണ്ടുപേരുടെയും പേര് ആർക്കും അറിയില്ല? അറിയട്ടെ, സമൂഹം അറിയട്ടെ. അങ്ങനെ വ്യക്തികൾ ഉണ്ടെങ്കിൽ അത് അറിയട്ടെ, അറിയപ്പെടണം. മനസ്സിലായില്ലേ? അത് അറിയപ്പെടണം, ആക്ഷൻ എടുക്കപ്പെടണം. അതായത് ഞാൻ പറഞ്ഞില്ല, ഇത്രയും ഒരു 5 സീസൺ, ഇപ്പൊ 6 സീസൺ ഓടിക്കൊണ്ടിരിക്കുന്ന, അതിനകത്ത് നടക്കുന്നവർക്ക് പോലും, സ്ത്രീകൾക്ക് പോലും അറിയില്ല എന്താണ് സംഭവിക്കുന്നത്. അവർക്ക് അഗെയിൻസ്റ്റ് വരുന്ന സൈബർ ബുള്ളിങ് ഞാൻ അനുഭവിച്ചതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലാത്തിൽ നിന്നും വിട്ട് ഞാൻ ഫ്ലൈയിങ് കളേഴ്സോടെ പുറത്ത് വന്നൊരു മത്സരാർത്ഥിയാണ്. ഇപ്പം ഒരു നിമിഷം കൊണ്ട് എല്ലാവരുടെയും പോയിന്റ് ആണ് ചെയ്യുന്നത്. മുഴുവൻ കെട്ടുപോയൊരു അവസ്ഥ, എല്ലാവരും കെട്ടുപോയി. ഇത്രയും നമ്മൾ പ്രൗഡായിട്ട് ഉണ്ടാക്കി എടുത്ത ഒരു പേര് ഒരു നിമിഷം കൊണ്ട് നശിപ്പിച്ചത്, അതും ഒരു വെറും അക്യൂസേഷൻ കാരണം. അത് അക്യൂസേഷൻ ആണെങ്കിൽ വരട്ടെ, വരുന്നത് നല്ലത് തന്നെയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിളിച്ചറിയിക്കണം. ഔട്ട് ലൗഡ് വി ഷുഡ് സേ, ബട്ട് വിത്ത് എവിഡൻസ്, പ്രോപ്പർ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കട്ടെ. വ്യക്തികളുടെ പേര് പുറത്ത് കൊണ്ടുവരട്ടെ, ആരൊക്കെയാണ് അതിന്റെ ഭാഗമായെന്ന് പറയട്ടെ. അത് കൊണ്ടുവരട്ടെ, വെളിച്ചത്തിലേക്ക് കൊണ്ടുവരട്ടെ. അഖിൽ മാരാർ ആരെയാണ് പേടിക്കുന്നത്, ഭയക്കുന്നത്? ഏത് കോർപ്പറേറ്റിനെ എനിക്ക് ഭയമില്ല, അത് സുപ്രീം കോർട്ട് അല്ലല്ലോ എന്ന് ചോദിച്ച വ്യക്തി എന്തായാലും ഒരു മത്സരാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് അതിന് ഒരു എക്സ് കണ്ടസ്റ്റന്റ്, ഈ പറഞ്ഞ പോലെ പേളി മാണി മുതൽ ഭാഗ്യലക്ഷ്മി ചേച്ചി മുതൽ ഒരുപാട് രഞ്ജിനി ഹരിദാസ് മുതൽ എല്ലാവരുടെയും ഇതിൽ തോക്ക് ചൂണ്ടുന്ന ഒരു ഇത് തന്നെയാണ്. അല്ലാതെ പുറത്ത് വന്നാൽ, ഞാൻ പറയട്ടെ, അതിനകത്ത് പറഞ്ഞത് പുറത്ത് പേടിക്കാനില്ലെങ്കിൽ നിങ്ങൾ എന്തിനു സംസാരിക്കണം, റിയാക്ട് ചെയ്യണം. റിയാക്ട് ചെയ്തില്ലെങ്കിൽ നിശബ്ദത ആയിട്ട് ഞാൻ 2 ദിവസം ഇരുന്നു. അപ്പം എല്ലാവരും പറയുന്നു നീയാണോ? ശബ്ദിച്ചു കഴിഞ്ഞാൽ പറയും അപ്പം നീ റിയാക്ട് ചെയ്യുന്നത് നീ അതിനകത്ത് പാർട്ടായതുകൊണ്ടാണ്. എവിടെ എന്ത് നിൽക്കണം? പക്ഷെ ഞാൻ ശക്തമായിട്ട് ഇവിടെ നിന്ന് സംസാരിക്കുന്നു, ഞാൻ ചാലഞ്ച് ചെയ്യുന്നു. അങ്ങനത്തെ വ്യക്തികളുണ്ടെങ്കിൽ അത് പുറത്ത് വരണം. ശോഭ, അതായത് ഇപ്പൊ കാസ്റ്റിംഗ് കൗച്ച് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ ഉൾപ്പെട്ടു പോയ സ്ത്രീകൾക്ക് ഒരു പക്ഷേ അവരുടെ പേര്, സ്വകാര്യ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് എത്രയോ കേസസ്, എത്രയോ ഫിസിക്കൽ അസോൾട്ട് ആയിട്ടുള്ളത്, എത്ര മെന്റൽ ഹറാസ്മെന്റ് ആയിട്ടുള്ളതായാലും അതുപോലത്തെ ഒരുപാട് ഇഷ്യൂസ് സ്ത്രീകളെ സംബന്ധിച്ച്, വർക്ക് പ്ലേസ് ഹറാസ്മെന്റ്, ഇതിനൊക്കെ വിക്ടിംസിനെ കാണിക്കാറില്ല, ചിലപ്പോൾ പേര് പോലും പറയാറില്ല. എന്നാൽ പോലും വി കുഡ് ഫയൽ എ കേസ്, ഐ എം റെഡി ടു. അങ്ങനത്തെ ഉള്ളവർ, ഞാൻ പറയട്ടെ, അങ്ങനത്തെ ഉള്ളവർ എന്തുകൊണ്ട് നമ്മൾ ആരെയും സമീപിച്ചില്ല? അങ്ങനത്തെ വനിതകളുണ്ടെങ്കിൽ വരട്ടെ. ഐ ട്രൈ ടു കോണ്ടാക്ട്. ഈ പറഞ്ഞ ആരോ 2 പേരുടെ എന്തോ ഇത് വന്ന് അവരും പറയാൻ റെഡിയല്ല. പറയാൻ റെഡിയല്ലാത്തോളം കാലം നമ്മൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അല്ലെങ്കിൽ വിക്ടിംസ് പറയണ്ട, കൾപ്രിറ്റ്സിന്റെ പേര് പറയട്ടെ.